CW നെക്സ്റ്റ് പോർഷൻ കണ്ടിന്യൂ ചെയ്യാണ്. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് പാർട്ടി കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനാണ് ഈ സെഷനിൽ. സോ 26ാമത്തെ ക്വസ്റ്റ്യൻ, 26 ക്വസ്റ്റ്യൻ. വെൻ എ സിസ്റ്റം അണ്ടർഗോ എ പ്രോസസ് സച്ച് ദാറ്റ് ഇന്റഗ്രൽ dq/t ഈക്വൽ ടു 0. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ dq/t ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0, ദെൻ ദ പ്രോസസ് ഇസ് കോൾഡ്. രണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണ്? ഇന്റഗ്രൽ dq/t ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0. ഇന്റഗ്രൽ dq/t ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതൊരു അഡയാബാറ്റിക് പ്രോസസ്സാണ്. ഇതൊരു അഡയാബാറ്റിക് പ്രോസസ്സാണ്. ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. സോ ഒരു ഇറിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ആ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി, 26ലെ ബി. നെക്സ്റ്റ് 27. ഫോർ എ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ഓൺ എ കാർനോട്ട് സൈക്കിൾ ദ വർക്ക് ഔട്ട്പുട്ട് ഇസ് 1/4 ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിങ്ക്. ദ എഫിഷ്യൻസി ഓഫ് ദ എഞ്ചിൻ. എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് നമുക്കറിയാം. അപ്പോൾ അതിൽ തന്നെ വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1/4 ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിങ്ക്. സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ്, അതിൻ്റെ 1/4 ആണ് അതിൻ്റെ വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോക്കാം, അതിൻ്റെ ഇക്വേഷൻ നോക്കാം. സോ ഔട്ട്പുട്ട്, തെർമൽ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. വർക്ക് ഈ വർക്കാണ് നമുക്ക് ഔട്ട്പുട്ട്. ഇൻപുട്ട് ചെയ്യുന്നത് എന്താ? Q1 ഹീറ്റാണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ Q1 - Q2 ബൈ Q1, അതിനെ 1 - Q2 ബൈ Q1. ദെൻ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയുന്ന കാര്യം വർക്ക് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 1/4 ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിങ്ക്. അപ്പോൾ W ഇസ് ഈക്വൽ ടു ഹീറ്റ്, സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് എന്താ? Q2 ബൈ 4. Q2 ബൈ 4. അപ്പോൾ ഈ Q1 - Q2 ബൈ Q1 ഇല്ലേ, അവിടെ ലാസ്റ്റ് Q2 ബൈ Q1ലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടും. ഓക്കെ, അപ്പോൾ വർക്ക് നെറ്റ് Q1 - Q2ലേക്ക് നമ്മൾ വർക്ക് നെറ്റ് എന്നുള്ളത് ഈ Q2 ബൈ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് Q2 ബൈ Q1 4/5 നീട്ടി ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യും? ഈ എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 1 മൈനസ് ഈ 4/5, ദാറ്റ് ഈസ് 20%. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. 27 ആൻസർ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28. Which of the following device complies with closure statement of the second law of thermodynamics? Second law of thermodynamics നമ്മൾ പറയുന്നത് തന്നെ ഒരു റെഫ്രിജറേഷൻ വെച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഗ്യാസ് ടർബൈൻ അല്ല, ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ല, സ്റ്റീം പവർ പ്ലാന്റ് അല്ല, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, അത് വെച്ചാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ലോ. സോ ആൻസർ ഇസ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. ഓപ്ഷൻ ഡി, 28ലെ ഡി, 4 ഓൺലി, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ 29. ഫോർ എ ഗിവൺ a high temperature reservoir T1 as a difference between T1 and T2 increase COP of a Carnot heat pump. So heat pump inde COP of a heat pump നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലേ. COP of a heat pump എന്താ? T1 by T1 minus T2. അതാണ് COP of a heat pump. COP of a heat pump ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ T1 and T2 ഇൻക്രീസ് ചെയ്താൽ COP എന്ത് പറ്റും എന്ന് ചോദിച്ചേക്കണം. അപ്പോൾ COP ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T1 minus T2 ആണല്ലോ. അപ്പോൾ ഈ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്താൽ COP ഓഫ് ഇതെന്ത് ചെയ്യും? COP ഓഫ് എ ഹീറ്റ് പമ്പ് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഡിക്രീസ് അല്ലേ ആൻസർ? 29 ഡിക്രീസ് 29 ബി ആണ് ആൻസർ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും COP ഓഫ് എ ഹീറ്റ് പമ്പ് എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാമെന്നായിരിക്കുന്നു. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വരുന്നത് T1ലേക്ക് ആണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ഔട്ട്പുട്ട് വരുന്നത്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ T1 minus T2, ഇവർക്ക് അത് T1 minus T2. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുമ്പോൾ COP കുറയും. സോ ഡിഫറൻസ് ബിറ്റ്വീൻ T1 and T2 increase, COP decrease. Next 30th question. Which of the following statements are correct? The entropy of a pure crystalline substance at absolute zero temperature is 0. അത് ശരിയാണല്ലേ? തേർഡ് ലോ ആണ്, അത് ശരിയാണ്. The efficiency of a reversible heat engine is independent of the nature of working substance and depends only on temperature. അതും കറക്റ്റ് ആണ്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 1 minus T2 by T1 അല്ലേ? അതെ, ടെമ്പറേച്ചർ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, വർക്കിംഗ് സബ്സ്റ്റൻസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതും കറക്റ്റാണ്. പിന്നെ Carnot theorem states that for all heat engines operating between a given constant temperature source and given constant temperature sinks, none has higher efficiency than a reversible engine. അതും കറക്റ്റാണ്. സോ 30ലെ 1, 2, 3 കറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി, 30ലെ ഡി ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ അറിയാവുന്നതല്ലേ? 0.74. ഇതും 31ഉം ഡി ആണ് വരുന്നത്. FCCയുടെ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ 74% ആണ്. നെക്സ്റ്റ്, നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് കോർഡിനേഷൻ നമ്പർ ഓഫ് BCC ക്രിസ്റ്റൽ സ്ട്രക്ചർ. BCC ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ നമ്പർ ഓഫ് ആറ്റംസും കോർഡിനേഷൻ നമ്പറാണ് ചോദിച്ചേക്കുന്നത്. അത് ആൻസർ 2 and 8 ആണ് കേട്ടോ. നമ്പർ ഓഫ് ആറ്റംസും 2, കോർഡിനേഷൻ നമ്പർ 8 ആണ് BCC ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഇസ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, പോയിന്റ് ഇംപെർഫെക്ഷൻ, ലൈൻ ഇംപെർഫെക്ഷൻ, സർഫസ് ഇംപെർഫെക്ഷൻ, വോളിയം ഇംപെർഫെക്ഷൻ. എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലൈൻ ഇംപെർഫെക്ഷൻ ആണ് ഉണ്ടാകുന്നത് കേട്ടെ. 33ലെ ബി, 33B. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സ്റ്റഡി ഓഫ് phase diagram, the rule which helps to calculate relative proportion of liquid
ആൻഡ് സോളിഡ് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ എ മിക്സ്ഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് ഹീമറൂത്രി അല്ല, ലിവർ റൂളാണ്. ഗിബ്സ് ഫേസ് റൂൾ അല്ല, എംപെറിക്കൽ റൂൾ അല്ല. റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ് മിക്സ്ചർ പ്രസൻറ്റ് ഇൻ എ ഗിവൺ ടെമ്പറേച്ചർ ലിവർ റൂൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 34 ബി. നെക്സ്റ്റ് 35 അയൺ കാർബൺ അലോയ് കണ്ടെയ്നിങ് ലെസ് ദാൻ 0.8% കാർബൺ. 0.8% കാർബൺ ലെസ് ദാൻ ആണെങ്കിൽ അയൺ കാർബൺ ഡയഗ്രത്തിൽ എന്താ വരുന്നത്? ഹൈപ്പോ യൂട്ടക്റ്റോയിഡ് അല്ലേ? നമുക്ക് നോക്കാം അയൺ കാർബൺ ഡയഗ്രാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും. ഉണ്ട് 0.8 ലെസ് ദാൻ ആണെങ്കിൽ ഹൈപ്പോ യൂട്ടക്റ്റോയിഡ് ആണ്. സോ ആൻസർ 35 ബി. നെക്സ്റ്റ് 36 what is the movement of block of atom along a certain crystallographic plane and direction is termed as? Movement of block of atoms along certain crystallographic plane and direction is termed as twinning അല്ലേ? ട്വിന്നിങ് ആണോ സ്ലിപ്പാണ്. മൂവ്മെന്റ് ഓഫ് certain crystallographic plane and direction is termed as സ്ലിപ്പാണ് കേട്ടോ. The movement of block of atoms along certain crystallographic plane and direction is termed as സ്ലിപ്പ് എന്നാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് വൺ the reaction in which solid phase transform into other solid phase on cooling is called. ഒരു solid phase transform to two other solid phase. യൂട്ടക്റ്റോയിഡ് ആണ്. യൂട്ടക്റ്റോയിഡ് റിയാക്ഷനിലാണ് ഒരു സോളിഡ് ഫേസ് രണ്ട് സോളിഡ് ഫേസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് കൂളിംഗിൽ. 37 ഡി ആണ് വരുന്നത്. അടുത്തത് 38 ഗിബ്സ് ഫേസ് റൂൾ അറിയാലോ. ഗിബ്സ് F = C - P + 2. 38 ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39 TTT diagram show time temperature transformation diagram shows the time required for isothermal transition from austenite to perlite, austenite to ferrite, ferrite to perlite, martensite to perlite. TTT diagram transition from austenite to perlite ആണ് കേട്ടോ. austenite to perlite 39A. നെക്സ്റ്റ് 39 കഴിഞ്ഞ് 40 hardenability of a steel is assessed by. നമുക്കറിയാം ജർമ്മനി ആൻഡ് ക്വെൻച്ച് ടെസ്റ്റ് ആണ്. 40 സി ആണ് വരുന്നത്. നെക്സ്റ്റ് 41 ദ യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ വരുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ ന്യൂട്ടൺ, ലെങ്ത്തിൻ്റെ മീറ്റർ ന്യൂട്ടൺ പെർ മീറ്റർ. ദെൻ 42 റിലേഷൻസ് ബിറ്റ്വീൻ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ പോയിസ് ആൻഡ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. 1 പോയിസ് is equal to 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. 1 പോയിസ് is equal to 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ 42 സി. നെക്സ്റ്റ് 43 എ റെക്ടാങ്കുലർ ബ്ലോക്ക് വിത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി എക്സ്. ഇതൊന്ന് ശ്രദ്ധിക്കണേ. സ്പെസിഫിക് ഗ്രാവിറ്റി എക്സ് ആണ് ആൻഡ് ഹൈറ്റ് വൈ ആണ്. ഹൈറ്റ് വൈ, ആ ബ്ലോക്കിൻ്റെ ഹൈറ്റ് വൈ, വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുകയാണ്. ദ ഡെപ്ത് ഓഫ് ഇമേഷൻ വിൽ ബി. ഇമേഷൻ ഡെപ്ത് എത്രയാണെന്ന് വെച്ചേക്കുന്നത്. ഈ ബ്ലോക്ക് ഫ്ലോട്ട് ചെയ്യുകയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എക്സ് ആണ്, ആ ബ്ലോക്കിൻ്റെ ഹൈറ്റ് വൈ ആണ്. ഈ പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് ദ ബ്ലോക്ക് ആണ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അതാണ് ആദ്യം എഴുതി വെച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് വൈ ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ എ ആണെന്ന് എടുക്കുക. സോ വോളിയം ഓഫ് ദ ബ്ലോക്ക് എ ഇൻറ്റു വൈ ആണ്. ദെൻ വോളിയം ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്, എന്തോരം വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും എന്നുള്ളത് ആ വോളിയം ഓഫ് ദ ഇമ്മേഴ്സ്ഡ്, ആ ബ്ലോക്കിൽ എന്തോരം ഡെപ്ത് ഇമ്മേഴ്സ് ചെയ്തേക്കുന്നു അത്രയും തന്നെയായിരിക്കും ആ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സോ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ആ ബ്ലോക്കിൻ്റെ ഏരിയ ഇൻറ്റു ആ ഡി ഇമ്മേർഷൻ ഡെപ്ത്, എന്തോരം ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ള എന്നുള്ള ഡെപ്തിന് ഈക്വൽ ആയിരിക്കും. സോ അപ്പോൾ നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഈ ബ്ലോക്ക് ഫ്ലോട്ട് ചെയ്യല്ലേ, ഈ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ ബോയിൻ ഫോഴ്സ് ആയിരിക്കും. ബോയിൻ ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഉണ്ട്, സോ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യാം. സോ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്, അതായത് ബോയിൻ ഫോഴ്സ്. സോ ഇത് വോളിയം വെയിറ്റ് ആക്കാനായിട്ട് നമ്മൾ ഡെൻസിറ്റിയും ഗ്രാവിറ്റി, ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നിന്ന് നമ്മൾ ഈ ബ്ലോക്കിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ഈ എക്സ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നുള്ള രീതിയിൽ എഴുതി. ബാക്കിയുള്ള കോമൺ ടേംസ് ഒക്കെ എ കട്ട് ചെയ്തു, ജി കട്ട് ചെയ്തു. ബാക്കി വരുന്ന എക്സ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു വൈ ഈക്വൽ ടു റോ H2 ഇൻറ്റു ഇമ്മേർഷൻ ഡെപ്ത് ഡി. ഈ ഡി ആണല്ലോ നമുക്ക് കാണണ്ടേ, ഈ ഇതും പോയി. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഡി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. അങ്ങനെ ഒരു ആൻസർ ഇല്ലേ? 43A. അടുത്തത് 44 ഇഫ് ഇൻ എ ഫ്ലോ നെറ്റ് the angle in degree between streamline and equipotential. In a flow net, ഒരു ഫ്ലോ നെറ്റിൽ ആംഗിൾ ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ 90 ഡിഗ്രി ആണ് കേട്ടോ. ഒരു ഫ്ലോ നെറ്റിൽ
ആംഗിൾ 90 ഡിഗ്രിയാണ്. 44 സി ആണ് വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ബെർണോളിസ് ഇക്വേഷൻസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. 45D. 46 വൈൽ ഡിറൈവിംഗ് ഓയിലേഴ്സ് ഇക്വേഷൻ ദ ഫോളോയിങ് ഫോഴ്സസ് ആർ കൺസിഡർ. ഓയിലേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ഗ്രാവിറ്റി ആൻഡ് പ്രഷർ ഫോഴ്സ്. പ്രഷറും ഗ്രാവിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഗ്രാവിറ്റി ആൻഡ് പ്രഷർ ഫോഴ്സ് 46 സി. ദെൻ 47 ദ വേരിയേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് ആൻഡ് വെലോസിറ്റി അറ്റ് എ കോൺസ്റ്റന്റ് സെക്ഷൻ ഓഫ് സർക്കുലർ പൈപ്പ് when laminar flow take place are variation of shear stress and velocity. ഷിയർ സ്ട്രെസ്സിൻ്റെയും വെലോസിറ്റിയുടെയും വേരിയേഷൻ സർക്കുലർ പൈപ്പിൽ വെൻ ലാമിനാർ ഫ്ലോ ആണ് ഒക്കർ ചെയ്യുന്നത്. അത് പാരബോളിക് ആൻഡ് ലീനിയർ ആണ് കേട്ടോ. ഇത് വരുന്നത് സർക്കുലർ പൈപ്പിലാണെങ്കിൽ പാരബോളിക് ആൻഡ് ലീനിയർ ആണ്. 48 മാക്സിമം വെലോസിറ്റി, റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി ഫോർ എ ലാമിനാർ ഫ്ലോ ത്രൂ എ സർക്കുലർ പൈപ്പ്. ഒരു സർക്കുലർ പൈപ്പിൽ കൂടെയുള്ള ലാമിനാർ ഫ്ലോ ആണെങ്കിൽ മാക്സിമം വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി 2 ആണ് വരുന്നത്. 48 ഡി. For the flow of water through a penstock of Idiki power plant, the head loss due to friction is calculated using head loss കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2 ഇതുണ്ടല്ലേ, ഹെയ്ഗൻ ബോയ്സിലി പിന്നെ ഡാർസി വെയ്ബാക്ക്. പക്ഷേ ഹെയ്ഗൻ ബോയ്സിലിയിൽ മെയിൻലി നമ്മൾ ലാമിനാർ ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഒരു പെൻസ്റ്റോക്കിൽ കൂടെ വരുമ്പോൾ അവിടെ ഒരു ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും മെയിൻലി ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡാർസി വെയ്ബാക്ക് ആണ് ഉപയോഗിക്കുക. സോ 49B ആണ് 50th ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ് ഓർ ഒബ്സർവർ റിമെയിൻ സ്റ്റേഷനറി ഈസ് കോൾഡ്. ഒബ്സർവർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത് ഓയിലേറിയൻ അപ്രോച്ചാണ്. ഓക്കെ, സോ ജൂൺ 2022 നമ്മൾ 50 ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.